നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ച 2,13,500 രൂപയുടെ കള്ളനോട്ടുകളുമായി 4 പേർ മംഗളൂരുവിൽ അറസ്റ്റിൽ. പിടിയിലായത് കരിച്ചേരി സ്വദേശിയായ പ്രസ്സുടമയും കൂട്ടാളികളും. മംഗളൂരുവിൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ വീണയാൾക്ക് രക്ഷകനായി മലയാളി. RPF ഉദ്യോഗസ്ഥനായ കള്ളാർ സ്വദേശിയാണ് ഹാസൻ സ്വദേശിക്ക് രക്ഷകനായത്. മംഗളൂരുവിൽ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനം. ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് കോളേജ് ടീമുകൾ തമ്മിലുണ്ടായ തർക്കമാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നതിൽ കലാശിച്ചത്. കൊടക്കാട് KSKTU സംസ്ഥാന സമ്മേളനം തുടങ്ങി. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ പാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ച സംഭവത്തിൽ നടപടി വേണമെന്നാവശ്യം. BJPയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നതെന്ന് MV ഗോവിന്ദൻ. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിയാണ് സർക്കാർ ലക്ഷ്യമെന്നും MV ഗോവിന്ദൻ. വാർത്തകൾ വിശദമായി. ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ച 2,13,500 രൂപയുടെ 500 രൂപ കള്ളനോട്ടുകളുമായി 4 പേർ മംഗളൂരുവിൽ അറസ്റ്റിൽ. രഹസ്യ വിവരത്തെ തുടർന്ന് മംഗളൂരു ക്ലോക്ക് ടവറിനു സമീപത്തെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ച 2,13,500 രൂപയുടെ കള്ളനോട്ടുകളുമായി ചെർക്കളയിലെ ശ്രീലിപി പ്രിന്റിംഗ് പ്രസ് ഉടമ കരിച്ചേരി പെരളത്തെ V. പ്രിയേഷ് മുളിയാർ, മല്ലം കല്ലുകണ്ടത്തെ വിനോദ് കുമാർ പെരിയ കുണിയ, ഷിഫ മൻസിലിൽ അബ്ദുൽ ഖാദർ, കർണാടക പുത്തൂർ സ്വദേശി ബൽനാട് ബെളിയൂർക്കട്ട അയൂബ് ഖാൻ എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് മംഗളൂരു ക്ലോക്ക് ടവറിന് സമീപത്തെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത്. മുറിയിൽ നിന്ന് 500 രൂപയുടെ 427 കള്ളനോട്ടുകളും 4 മൊബൈൽ ഫോണുകളുമാണ് പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ്. സംഘത്തിൽ കൂടുതൽ പേരുള്ളതായി സംശയിക്കുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. അറസ്റ്റിലായ പ്രതികൾക്ക് മറ്റേതെങ്കിലും കള്ളനോട്ട് കേസുകളുമായി ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യതയാണ് കള്ളനോട്ട് അച്ചടിക്കുന്നതിന് ഇടയാക്കിയതെന്നാണ് അറസ്റ്റിലായ പ്രതി പ്രിയേഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. യൂട്യൂബിൽ നോക്കിയാണ് നോട്ടടിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചതെന്നും നോട്ടടിക്കാനുള്ള കടലാസടക്കമുള്ള സാമഗ്രികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് എത്തിച്ചതെന്നും മൊഴിയിൽ പറയുന്നു. അതേസമയം 1 ലക്ഷത്തിന്റെ കള്ളനോട്ടുകൾ നൽകിയപ്പോൾ പ്രിയേഷിന് 25,000 രൂപ മാത്രമാണ് ലഭിച്ചതെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. മലയാളികളായ 3 പേർ കള്ളനോട്ടുമായി ബംഗളൂരുവിൽ അറസ്റ്റിലായതിനെക്കുറിച്ച് പോലീസ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിൽ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ വീണയാൾക്ക് രക്ഷകനായി മലയാളിയായ RPF ഉദ്യോഗസ്ഥൻ. കള്ളാർ സ്വദേശിയും മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ RPF ഹെഡ് കോൺസ്റ്റബിളുമായ രാഘവനാണ് ഹാസൻ സ്വദേശി ശശാങ്ക് ഗൌഡയ്ക്ക് രക്ഷകനായത്. മംഗളൂരുവിൽ ഓടുന്ന ട്രെയിനിൽ കയറാൻ ശ്രമിക്കവേ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ വീണ ആളെ രക്ഷിച്ച് മലയാളിയായ RPF ഉദ്യോഗസ്ഥൻ. കാഞ്ഞങ്ങാട് കള്ളാർ സ്വദേശിയും മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ RPF ഹെഡ് കോൺസ്റ്റബിളുമായ A. രാഘവനാണ് ഹാസൻ സ്വദേശി ശശാങ്ക് ഗൌഡയെ രക്ഷിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് നീങ്ങിത്തുടങ്ങിയ നേത്രാവതി എക്സ്പ്രസിൽ ഓടിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് ശശാങ്ക് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിലേക്ക് വീണത്. പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രാഘവൻ നിമിഷനേരം കൊണ്ട് ശശാങ്കിനെ വലിച്ചു കയറ്റി. നീങ്ങിത്തുടങ്ങിയ ട്രെയിനിൽ കയറുന്നത് വിലക്കിയെങ്കിലും ശശാങ്ക് ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് രാഘവൻ പറഞ്ഞു. കാലിൽ ചെറിയ പോറൽ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് ഓട്ടോയിൽ സൂറത്കൽ സ്റ്റേഷനിലെത്തി അതേ ട്രെയിനിൽ കയറി ശശാങ്ക് മുംബൈയിലേക്ക് പോയി. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. മംഗളൂരുവിൽ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് 2 കോളേജുകളിലെ വിദ്യാർത്ഥി ടീമുകൾ തമ്മിൽ ഉടലെടുത്ത തർക്കം തട്ടിക്കൊണ്ടുപോകലിലും ക്രൂരമർദ്ദനത്തിലും കലാശിച്ചു. വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി ഒരു സംഘത്തെ അടിവസ്ത്രത്തിൽ നിർത്തുകയും പ്രാകൃത രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. മംഗളൂരു നഗരത്തിലെ പ്രശസ്തമായ 2 കോളേജുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഈ കോളേജുകളിലെ ടീമുകൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കം തട്ടിക്കൊണ്ടുപോകലിലും ക്രൂരമായ മർദ്ദനത്തിലും കലാശിക്കുകയായിരുന്നു.
ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച ദർലക്കട്ടയിലെ കോളേജ് വിദ്യാർത്ഥികളെയാണ് തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത്. മംഗളൂരുവിന് സമീപം മഹാകാളി പടുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് മർദ്ദനത്തിനിരയാക്കിയത്. വിദ്യാർത്ഥികളെ അടിവസ്ത്രത്തിൽ നിർത്തുകയും ശരീരത്തിലുടനീളം ദയാരഹിതമായി മർദ്ദിക്കുകയും ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ക്യാമറ നോക്കി മാഫ്കെ പിടി കൈ പിടി നീ കൈ വിട് നീ വിട് ഇപ്പൊ പിടി കൈ ധ്യാന്റെ വീഡിയോ സ്റ്റാർട്ട് ആക്കിട്ടത് കൈ നിക്ക് നിക്ക് ധ്യാൻ കൊട് കൊട് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മംഗളൂരു സൗത്ത് പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നതുൾപ്പെടെയുള്ള സംഭവത്തിലേക്ക് കടന്നത് പോലീസ് ഗൗരവമായാണ് കാണുന്നത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തിയെ കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കണമെന്ന് KSKTU അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ ആഹ്വാനം ചെയ്തു. പിലിക്കോട് കൊടക്കാട്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ 23ാമത് സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വർഗീയതയും ജാതീയതയും കൈയടക്കുവാൻ ഇടതുപക്ഷത്തിന്റെ കരുത്ത് തകർക്കാൻ ശ്രമം നടക്കുകയാണ്. ജനങ്ങളിൽ വർഗീയ ജാതീയ ആശയങ്ങളോട് ആഭിമുഖ്യം വർദ്ധിച്ചു വരികയാണ്. ജാതിബോധം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുമെന്നും ജാതി പുനരുദ്ധാരണത്തിന് കേരളത്തിൽ തീവ്ര ശ്രമം നടന്നുവരികയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ഈ സമ്മേളനം ഏറ്റവും ശക്തമായും ഗൗരവപൂർവ്വമായി ചിന്തിക്കേണ്ടതാണ്. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിൽ വേര് പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന വർഗീയത അവിടെ പറ്റിച്ചേർന്ന് കിടക്കുകയാണ്, ഉള്ളിലേക്ക് ആഞ്ഞു കയറുകയാണ്. അവനെ പിടിച്ചു കെട്ടും ഈ കേരളം എന്ന് പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ള സംഘടനയാണ് KSKTU. ആ തിരിച്ചറിവ് സമ്മേളനത്തിലുണ്ടാവണം. അതീവ ഗൗരവപൂർവ്വം അത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനമായിരിക്കണം ഇത്. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിലെ ഇഴയെടുപ്പമുള്ള മനുഷ്യ സ്നേഹത്തെ തകർക്കാൻ ആരെയും അനുവദിക്കുകയില്ല. ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പ്രഖ്യാപിക്കണം. ആ വിഷവിത്തിനെ ഞങ്ങൾ തടഞ്ഞു നിർത്തും. സമ്മേളനം നടക്കുന്ന K. കുഞ്ഞിരാമൻ നഗറിൽ നൂറുകണക്കിന് പ്രതിനിധികളുടെ മുദ്രാവാക്യം വിളികൾക്കിടയിൽ സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ പതാക ഉയർത്തി. കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന സമ്മേളനത്തിൽ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 512 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ MV ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി N. ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈകുന്നേരം പ്രതിനിധികൾ കയ്യൂരിൽ രക്തസാക്ഷി മണ്ഡപവും കയ്യൂർ രക്തസാക്ഷി സ്മാരകവും പുഷ്പാർച്ചനയ്ക്കായി സന്ദർശിച്ചു. രക്തസാക്ഷി സ്മാരക ഹാളിൽ രക്തസാക്ഷി സ്മൃതി സംഗമം യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധികൾക്ക് സംഘാടക സമിതി കയ്യൂർ സമരചരിത്രം എന്ന ഗ്രന്ഥം ഉപഹാരമായി നൽകി. ബുധനാഴ്ച പൊതുചർച്ചയും വ്യാഴാഴ്ച പുതിയ കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. 512 പ്രതിനിധികൾക്കും 3 ദിവസം താമസ സൗകര്യമൊരുക്കുന്നത് കൊടക്കാട് ഗ്രാമത്തിലെ 260 വീടുകളിലാണ്. സമാപന ദിവസം എല്ലാ വീടുകളിലും പ്രതിനിധികൾ ഓർമ്മമരം നടും. ദേശീയ നേതാക്കളായ A. വിജയരാഘവൻ, B. വെങ്കിട്ട്, MV ഗോവിന്ദൻ, ഡോക്ടർ വിക്രം സിംഗ്, ഡോക്ടർ V. ശിവദാസൻ MP, B. വെങ്കിടേശ്വരലു, R. വെങ്കിട്ടരാമലു, ചന്ദ്രപ്പ ഹോസ്കേര, V. അമൃതലിംഗം എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും മുൻ MP P. കരുണാകരൻ ജില്ലാ സെക്രട്ടറി KV കുഞ്ഞിരാമന് പതാക കൈമാറി. അത്ലറ്റുകൾ റിലേയായി കയ്യൂർ മുഴക്കം ചെറുവത്തൂർ വഴി സമ്മേളന നഗരിയിൽ എത്തിച്ചു. പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വൈദികനും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളന പ്രതിനിധിയായി എത്തി. പീലിക്കോട് കൊടക്കാട് നടന്നുവരുന്ന KSKTU സംസ്ഥാന സമ്മേളനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നെത്തിയ പ്രതിനിധിയാണ് ഫാദർ ജിജി തോമസ് ഒലീവിയ എന്ന വൈദികൻ.
കർഷക തൊഴിലാളികൾക്കൊപ്പം സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഫാദർ ജിജി തോമസ് KSKTU പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ ഉണ്ടാകുന്നുണ്ടെന്നും പ്രത്യേകിച്ചും സഭാപിതാക്കന്മാർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നും മറിച്ച് അശരണരെ ചേർത്ത് നിർത്തുമ്പോൾ അതിന് പിന്തുണ നൽകുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളികളിൽ രാഷ്ട്രീയം പറയാറില്ല. ക്രിസ്തു കാണിച്ച വഴിയിലൂടെ തന്നെയാണ് പോകുവാൻ ശ്രമിക്കുന്നത്. താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്നതുകൊണ്ട് സംഘടനയെക്കുറിച്ചും പ്രവർത്തന രീതികളും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ മറ്റുള്ള മേഖലകളിൽ രാഷ്ട്രീയം പറയാറില്ല, പള്ളികളിൽ ദേവാലയങ്ങളിൽ രാഷ്ട്രീയം പറയാറില്ല. പക്ഷേ അവരെനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്. എൻ്റെ പിതാക്കന്മാരായിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. കാരണം ഈ അശരണരെയൊക്കെയും ചേർത്ത് നിർത്തുമ്പോൾ അവർക്കും വേണ്ടുന്നതായൊരു സംഘടനാപരമായിട്ട് അല്ലാതെ തന്നെ അവരെ പാവങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് സാധിച്ചു. അതുകൊണ്ട് കൂടുതലും എന്നെ സഹായിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു കാണിച്ച വഴിയിലൂടെ തന്നെയാണ് പോകുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ആ ഒരു വഴി തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിച്ചു. CPM കോന്നി ഏരിയയ്ക്ക് കീഴിലുള്ള മൂർത്തിമിരിപ്പ് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും KSKTU കോന്നി ഏരിയ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരികയാണ് ഇദ്ദേഹം. യാക്കോബായ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ഈ വൈദികൻ ഭദ്രാസന കൗൺസിൽ മുൻ അംഗവും കൂടിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. റെയിൽപാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ച സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിൽ റെയിൽവേ ട്രാക്കിൽ രാത്രിയിൽ കരികൽ ചീളുകൾ വച്ചവരെ കണ്ടെത്തി കർശന നിയമ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ ടൗണിൽ പൊതുയോഗവും പ്രതിഷേധ പ്രകടനവും നടത്തി. അപകട സാധ്യത വരുത്തുന്ന തരത്തിൽ തുടർച്ചയായി റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ നിരത്തിവെച്ച സംഭവങ്ങൾ പോലീസ് ലാഘവത്തോടെ കാണുകയാണെന്ന് ആരോപിച്ചാണ് BJP നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. ക്ലോക്ക് ടവർ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം BJP തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് TV ഷിബിൻ ഉദ്ഘാടനം ചെയ്തു. രാത്രികാലങ്ങളിൽ കരിങ്കല്ലുകൾ പാകിക്കൊണ്ട് കരിങ്കല്ലുകൾ ആ ട്രാക്കിന് മുകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ട്രെയിൻ അട്ടിമറിക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം ഈ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ കൈകെട്ടി നിന്നുകൊണ്ടാണ് ഈ നാട്ടിനകത്തുള്ള പോലീസും ഇവിടുത്തെ ഭരണവിഭാഗവും ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. T കുഞ്ഞിരാമൻ, A ഷൈജു, K ശശിധരൻ, KTV മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇക്കാര്യം കൈകാര്യം ചെയ്തു. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. തുല്യത, സമത്വം, സ്ത്രീകളെ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് സർക്കാർ നിലപാട്. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുകയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ് അത് പുറത്തു വരാൻ ഇടയാക്കിയത്. ഗവൺമെൻറ് ഒന്നും മറച്ചു വെക്കാനില്ലാതെ കോടതിയുടെ സാങ്കേതികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് വന്നതോടുകൂടി ഇപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും സമൂഹത്തിൻ്റെ പരിച്ഛേദം പോലെ പുരുഷ മേധാവിത്വ സമൂഹമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഫ്യൂഡൽ ജീർണത അവസാനിക്കാതെ ജനാധിപത്യപരമായ സംവിധാനത്തിലേക്ക് പോലും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഒരു സമൂഹം. ആ സമൂഹത്തിൻ്റെ ജീർണത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും തുല്യത ഈ രാജ്യം, പ്രത്യേകിച്ച് കേരളം, ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ആ തുല്യതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം സ്ത്രീകൾ മാത്രമല്ല, ഈ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പൊരുതി നേടേണ്ടുന്ന ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് വളരെയേറെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഏത് പരിഷ്കൃത സമൂഹത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ്റും ആ രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പൂർണ്ണമായ പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് പാണ്ടി മല്ലംപാറയിൽ കാട്ടുപന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ കുടുങ്ങി പുലി ചത്ത സംഭവത്തിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത യുവാവിനെ റിമാൻഡ് ചെയ്തു.
ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എം ചന്ദ്രശേഖര നായിക്കിനെയാണ് റിമാൻഡ് ചെയ്തത്. കെണിവെക്കാൻ സഹായിയായി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന സുന്ദരൻ എന്നയാളെ കണ്ടെത്തുവാൻ അന്വേഷണം ഊർജിതമാക്കി. പാണ്ടി മല്ലമ്പാറയിൽ കാട്ടുപന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ കുടുങ്ങി പുലി ചത്ത സംഭവത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MP രാജുവും സംഘവും ശനിയാഴ്ചയാണ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എം ചന്ദ്രശേഖര നായകിനെ അറസ്റ്റ് ചെയ്തത്. കോടതി റിമാൻഡ് ചെയ്ത ഇയാളെ ഹൊസ്ദുർഗ് ജില്ലാ ജയിലിലേക്ക് മാറ്റി. കെണിവെക്കാൻ സഹായിയായി ഉണ്ടായിരുന്നതായി പറയുന്ന സുന്ദരൻ എന്നയാൾ ഒളിവിലാണ്. ചന്ദ്രശേഖരയുടെ വീട്ടിൽ നിന്ന് കുറച്ചകലെയുള്ള ചെന്നനായക് എന്നയാളുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നിയെ പിടിക്കാൻ കേബിൾ കമ്പി കൊണ്ടുള്ള കെണിവെച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് കുറച്ചകലെ തന്നെയാണ് പുലി കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ട അണ്ണപ്പ നായിക്കിന്റെ റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. പുലി ആദ്യം ചെന്നനായിക്കിന്റെ സ്ഥലത്തൊരുക്കിയ കെണിയിൽ വീണിരുന്നു. ഇവിടെ നിന്നും നിരന്നു നീങ്ങിയ പുലി അണ്ണപ്പ നായിക്കിന്റെ റബ്ബർ തോട്ടത്തിലെത്തിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കെണിയൊരുക്കാൻ ഉപയോഗിച്ച തടി ചന്ദ്രശേഖരന്റെ പറമ്പിൽ നിന്ന് മുറിച്ചതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് സംഭവം നടന്നത്. പുലിയുടെ അരഭാഗത്താണ് കുരുക്ക് കുടുങ്ങിയത്. അക്രമാസക്തനായ പുലിയെ രക്ഷപ്പെടുത്താൻ വയനാട്ടിൽ നിന്നും മയക്കുവെടി വിദഗ്ധരെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചെങ്കിലും സംഘം എത്തും മുൻപ് തന്നെ പുലി ചാവുകയായിരുന്നു. ഒളിവിലുള്ളയാൾക്കായുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ 2 പരാതികൾ തീർപ്പാക്കി. ആകെ 39 പരാതികളാണ് പരിഗണിച്ചത്. 4 പരാതികളിൽ റിപ്പോർട്ട് തേടി. 37 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. എൻഡോസൾഫാൻ മേഖലയിലെ അമ്മമാർക്കായി പബ്ലിക് ഹിയറിംഗ് നടത്തുമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണിച്ച 39 പരാതികളിൽ 2 പരാതികൾ തീർപ്പാക്കി. 4 പരാതികളിൽ റിപ്പോർട്ട് തേടുകയും 37 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവയ്ക്കുകയും ചെയ്തു. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ അമ്മമാർക്കായി കേരള വനിതാ കമ്മീഷൻ ഈ മാസം പബ്ലിക് ഹിയറിംഗ് നടത്തുമെന്ന് സിറ്റിംഗിന് ശേഷം സംസാരിക്കവേ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് വനിതാ കമ്മീഷന്റെ സിറ്റിംഗിൽ നിന്ന് ടോട്ടൽ 39 കേസാണ് വന്നിട്ടുള്ളത്. 2 കേസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 4 കേസ് റിപ്പോർട്ടിന് വേണ്ടി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സിറ്റിംഗിലേക്ക് 37 പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ കുടുംബ ബന്ധത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മത്സരബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഒരു പ്രവണതയാണ് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് പരസ്പരം സംസാരിച്ച് തീർക്കുന്നതിന് പകരം മത്സരബുദ്ധിയോടുകൂടി രണ്ടുപേരും മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇന്ന് വന്ന കേസുകളും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ തന്നെയാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. കൂടാതെ വനിതാ കമ്മീഷൻ ഈ മാസം തന്നെ എൻഡോസൾഫാൻ മേഖലയിലുള്ള എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. സിറ്റിംഗിൽ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP ഉത്തം ദാസ്, അഡ്വക്കേറ്റ് പി സിന്ധു, വനിതാ സെൽ SI M ശരണ്യ, വനിതാ സെൽ ASI T ശൈലജ, ഫാമിലി കൗൺസിലർ രമ്യമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള NH ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ വിളംബര സംഗമം നടത്തി. കരാറുകാരായ മേഘ എഞ്ചിനീയറിംഗ് കമ്പനി 2ാം ഫ്ലൈ ഓവർ താഴ്ത്തിപ്പണിയുന്നതിനെതിരെയാണ് പ്രതിഷേധ വിളംബര സംഗമം നടത്തിയത്. സമരസമിതി ചെയർമാൻ മൂസ ബി ചെർക്കള ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66-ൽ കേരളത്തിൽ എവിടെയും കാണാത്ത രീതിയിൽ ചെർക്കള ടൗണിൽ നിർമ്മാണം നടത്തുന്ന മേഘ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെ ചെർക്കള NH ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ വിളംബര സംഗമം നടത്തി. ചെയർമാൻ മൂസ ബി ചെർക്കള ഉദ്ഘാടനം ചെയ്തു. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള മുഴുവൻ സമരസമിതിയെയും ഒന്നിപ്പിച്ച് നിർമ്മാണ കമ്പനിക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മൂസ ബി ചെർക്കള ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി ഒരു ഫ്ലൈ ഓവർ ഇവിടെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2ാമത്തെ ഫ്ലൈ ഓവർ പല സ്ഥലത്ത് നോക്കിയാൽ മറ്റുള്ള സ്ഥലത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2 ഫ്ലൈ ഓവറും ഒരേ ഉയരത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചെർക്കളയിൽ നിലവിലുള്ള ഫ്ലൈ ഓവറിന് പകരം അടുത്ത് മറ്റൊരു ഫ്ലൈ ഓവർ നടത്തുമ്പോൾ 1.5 മീറ്റർ ഹൈറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ അവർ അതിന് പില്ലർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തരമായി ഇത്തരം ഒരു സമരപരിപാടി സംഘടിപ്പിച്ചത്. അങ്ങനെ 1.5 മീറ്റർ കുറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള സർവീസ് റോഡ് പൂർണ്ണമായും 1.5 മീറ്റർ പിന്നെയും താഴെ പോകേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള ടൗണിൽ ഉള്ള വലിയ പ്രശ്നം റോഡ് തോടായി പോകുന്നതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങൾക്ക് നൽകിയ മറുപടി വളരെ വ്യക്തമാക്കുണ്ടായി. ചെർക്കള ടൗണിൻ്റെ സർഫേസിൽ ഒരു മാറ്റം വരുത്താതെ ഞങ്ങൾ ഇവിടെ റോഡ് നിർമ്മിക്കുമെന്ന ഉറപ്പ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന ആ ഉറപ്പ്
കൺസ്ട്രക്ഷൻ കമ്പനി മേഗാ കമ്പനി പാലിക്കണമെന്നാണ്. ചെർക്കളയിലെത്തുമ്പോൾ മാത്രമുണ്ടാക്കിയ ഭൂനിരപ്പിന് ആനുപാതികമല്ലാത്ത സർവീസ് റോഡ് നിർമ്മാണത്തിന് ഹേതുവായ താഴ്ത്തിക്കൊണ്ടുള്ള ഫ്ലൈ ഓവർ നിർമ്മാണത്തിന്റെ ഭവിഷ്യത്തുകൾ തുറന്നുകാട്ടിക്കൊണ്ട് ജില്ലാ കളക്ടർക്കും ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ കത്തിന്റെ മറുപടിയിൽ നൽകിയ ഉറപ്പിന്റെ ലംഘനത്തിനെതിരെയാണ് NH ആക്ഷൻ കമ്മിറ്റി ചെർക്കള സമര വിളംബര സംഗമം നടത്തിയത്. 1.5 മീറ്റർ താഴ്ത്തി ആരംഭിച്ച പുതിയ ഫ്ലൈ ഓവർ നിർമ്മാണ ജോലി സമരസമിതി പില്ലറിന് മുകളിൽ കയറി നിർത്തിവെപ്പിക്കുകയും ജോലിക്കാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. സമരസമിതിക്ക് DPRഉം മാസ്റ്റർ പ്ലാനും അനുവദിക്കുക, താഴ്ത്തി നിർമ്മിക്കുന്ന 2ാമത് ഫ്ലൈ ഓവർ ഉയർത്തുക, സർവീസ് റോഡ് നിലവിലെ ഭൂനിരപ്പിന് ആനുപാതികമായി മാത്രം ചെയ്യുമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പ് പാലിക്കുക, ടൗൺ ഒരു കാരണവശാലും കുഴിക്കാൻ അനുവദിക്കില്ല, ഓവുചാൽ ശാസ്ത്രീയമാക്കുക, ദേശീയപാത 2 റീച്ച് തുടങ്ങുന്ന ഇടം മുതൽ ചട്ടഞ്ചാൽ വരെ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക, ഭൂപ്രകൃതിയെ സംരക്ഷിക്കുക, 3ാമത് ഫ്ലൈ ഓവർ 500 മീറ്റർ നീട്ടി ടൗണിൽ നിന്നും ഉയർത്തിപ്പണയുക, മണ്ണ് മാന്തിയ കുന്നുകൾക്ക് RCC വാൾ പണിത് യാത്രക്കാരെയും വീട്ടുകാരെയും സുരക്ഷിതരാക്കുക, കുണ്ടടുക്കയിൽ താറുമാറായ കൃഷിയിടങ്ങളും പുരയിടവും പൂർവ്വസ്ഥിതിയിലാക്കുക, ഭൂനിരപ്പിൽ നിന്നും താഴ്ത്താതെ യാത്രക്കാരെയും വ്യാപാരികളെയും കാൽനട യാത്രക്കാരെയും സുരക്ഷിതരാക്കുക, VK പാറയിൽ നിർമ്മാണ കമ്പനി തകർത്ത റോഡ് പുതുക്കി പണിയുക തുടങ്ങിയ ഒട്ടേറെ ആവശ്യങ്ങളാണ് സമരസമിതി ഉയർത്തിയത്. ബൽരാജ് ബേർക്ക അധ്യക്ഷത വഹിച്ചു. ഇക്ബാൽ ചേരൂർ, അബ്ദുൾ റഹ്മാൻ ധന്യവാദ്, ഷാഫി ഇറാനി, സുലൈഖ മാഹിൻ, അഡ്വക്കേറ്റ് നാസർ കനിയടുക്കം, CH മുഹമ്മദ് കുഞ്ഞി ബേവിഞ്ച, E മുഹമ്മദ് ഖാളി, ഷുക്കൂർ ചെർക്കളം, CKM മുനീർ എന്നിവർ സംസാരിച്ചു. സലീം മൗലവി ബേർക്ക, നാസർ ധന്യവാദ്, ഹാഷിം ബംറാണി, ഹനീഫ ചെർക്കള, ജുനൈദ് ചെർക്കള, പൈച്ചു ചെർക്കള, കന്തൽ മുഹമ്മദ് ദാരിമി, അബൂബക്കർ ചേരൂർ, അസീസ് കോലാച്ചിയടുക്കം, അസീസ് മിൽമ, മൻസൂർ താലോലം, റഫീഖ് സി, ഷാഫി ബേർക്ക എന്നിവർ പങ്കെടുത്തു. നാസർ ചെർക്കളം സ്വാഗതവും CH മുഹമ്മദ് കുഞ്ഞി വടക്കേക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കരന്തക്കാട് ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്രഹ്മശ്രീ നാരായണ ഗുരു മന്ദിരത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു. ഗുരുപൂജ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് കരന്തക്കാട് ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്രഹ്മശ്രീ നാരായണ ഗുരു മന്ദിരത്തിൽ 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. കുത്യാള ശ്രീ അന്നപൂർണേശ്വരി മഹിളാ ഭജന വൃന്ദത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശശിമണിയുടെയും സംഘത്തിൻ്റെയും ഭജന അവതരണം നടന്നു. തുടർന്ന് സഭാ പരിപാടി നടന്നു. കരിയപ്പ പൂജാരി സന്തടുക്ക ഉദ്ഘാടനം ചെയ്തു. രഘു മീപ്പുകുരി അധ്യക്ഷത വഹിച്ചു. കേശവ കൊളക്കബയലു, നാരായണ അളിവെബാഗിലു, അച്യുത കാളിയങ്കാട്, സുധീർ P സന്തോഷ്, കമലാക്ഷ, മൈന്ദപ്പ പൂജാരി എന്നിവർ സംസാരിച്ചു. ഹരികാന്ത് കാസർഗോഡ് സ്വാഗതവും ജയശീല സുവർണ നന്ദിയും പറഞ്ഞു. പ്രേംജിത്ത് പരിപാടി നിയന്ത്രിച്ചു. പരിപാടിയിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് ഗുരുപൂജ നടന്നു. നിതിൻ ശാന്തിയുടെ നേതൃത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നടന്നത്. പ്രസാദ വിതരണത്തോടെ പൂജാ ചടങ്ങ് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ 170ാമത് ഗുരുജയന്തി ആഘോഷം നടന്നു. ക്ഷേത്ര രക്ഷാധികാരി N സതീഷ് പതാക ഉയർത്തി. ക്ഷേത്രരക്ഷാധികാരി N സതീഷ് പതാക ഉയർത്തിയതോടെ നെല്ലിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗുരുജയന്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ക്ഷേത്ര മേൽശാന്തി അനീഷിന്റെ നേതൃത്വത്തിൽ പൂജാവിധികളും നടന്നു.
ക്ഷേത്ര രക്ഷാധികാരി KN വെങ്കട്ടരമണ ഹൊള്ള, മഹേഷ്, KP രമേശ് ബാബു, ഉമേഷ്, അരവിന്ദൻ, മഞ്ജുനാഥ്, സുനിൽ ദമാർ, സുകീർത്തി, സുമേഷ്, ശരത്, ധനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് കാശ്യപ വേദവാഹിനിയുടെ ആഭിമുഖ്യത്തിൽ പ്രണവാർച്ചന സംഘടിപ്പിച്ചു. സേവാഭാരതി കാഞ്ഞങ്ങാട് ജനറൽ സെക്രട്ടറി K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏച്ചിക്കാനം വൃന്ദാവനം ബാലസദനത്തിലാണ് കാഞ്ഞങ്ങാട് കാശ്യപ വേദവാഹിനിയുടെ ആഭിമുഖ്യത്തിൽ പ്രണവാർച്ചന സംഘടിപ്പിച്ചത്. മേധാസൂക്തം, സരസ്വതി സൂക്തം, പുരുസൂക്തം എന്നിവ കോർത്തിണക്കിക്കൊണ്ട് സംഘടിപ്പിച്ച പ്രണവാർച്ചന സേവാഭാരതി കാഞ്ഞങ്ങാട് ജനറൽ സെക്രട്ടറി K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ വേദിക് ഇൻസ്ട്രക്ടർ K. ശശിധരൻ വൈദിക് അധ്യക്ഷത വഹിച്ചു. M. ഗംഗാധരൻ മാസ്റ്റർ, ഗോപാലൻ നമ്പ്യാർ, അനിത ടീച്ചർ, ഓമന, ഷീബ ദാമോദരൻ എന്നിവർ പ്രണവാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രാഥമിക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനൊരുങ്ങി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ രൂപീകരിക്കും. കാഞ്ഞങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണം ബുധനാഴ്ച ഒടയംചാൽ വ്യാപാര ഭവനിൽ നടക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുവാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തൃക്കരിപ്പൂർ, ഉദുമ, മഞ്ചേശ്വരം എന്നീ 5 മണ്ഡലങ്ങളിലും കമ്മിറ്റിക്ക് രൂപം നൽകും. ആദ്യമായി കാഞ്ഞങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണം ബുധനാഴ്ച നടക്കും. ഒടയംചാൽ വ്യാപാര ഭവനിൽ നടക്കുന്ന രൂപീകരണ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഭാരവാഹികളോടൊപ്പം മണ്ഡലത്തിലെ 30ഓളം യൂണിറ്റുകളുടെ ഭാരവാഹികളും ജില്ലാ കൗൺസിലർമാരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ്, ജനറൽ സെക്രട്ടറി KJ സജി, ജില്ലാ സെക്രട്ടറി PK ആസിഫ്, ഹംസ പാലക്കി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തിൽ കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആധുനിക വികസിത ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളും ഇന്ത്യയിലെ സമസ്ത മേഖലയിലും വിപ്ലവകരമായ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്ന നേതാവാണ് രാജീവ് ഗാന്ധിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു, V. ഗോപി, ബ്ലോക്ക് ഭാരവാഹികളായ ബഷീർ ആറങ്ങാടി, വിനോദ് ആവിക്കര, രവീന്ദ്രൻ ചേടി റോഡ്, NK രത്നാകരൻ, സതീശൻ പറക്കാട്ട്, രാജൻ തെക്കേക്കര, A. സുരേഷ് ബാബു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അനിൽ വാഴുന്നറടി സ്വാഗതവും അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിഞ്ഞാൽ അരയാൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. വയനാട് ദുരന്ത മേഖലയിൽ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയവരെയാണ് ആദരിച്ചത്. വയനാട് മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയവരെ അതിഞ്ഞാൽ അരയാൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. സ്നേഹാദരം പരിപാടിയിൽ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് പാലക്കി C. കുഞ്ഞഹമ്മദ് ഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. അതിഞ്ഞാൽ ജമാഅത്ത് പ്രസിഡന്റ് VK അബ്ദുള്ള ഹാജി, റിയാസ് അസ്ലം ദുബായ്, PM ഫാറൂഖ് അബുദാബി, മൊയ്തു CH അബുദാബി എന്നിവർ സ്നേഹ ഉപഹാര സമർപ്പണം നടത്തി. യൂത്ത് വോയിസ് പടിഞ്ഞാറ് ഷംസുദ്ദീൻ ആറങ്ങാടി, സിറാജ് അബ്ദുള്ള, അതിഞ്ഞാൽ വൈറ്റ് ഗാർഡ് അംഗങ്ങളായ ഷബീർ മൗവൽ, നൌഫൽ പാലക്കി, റമീസ് വടക്കോറം, റഫീഖ് കലായിൽ, മൊയ്തോ മഠത്തിൽ, റാഷിദ് വടക്കോറം എന്നിവർ സ്നേഹാദരവ് ഏറ്റുവാങ്ങി. അരയാൽ ബ്രദേഴ്സ് പ്രസിഡന്റ് ഹമീദ് K. മൗവൽ, മട്ടൻ മൊയ്തീൻ കുഞ്ഞി, ഫാറൂഖ് ഹാജി, ഖാലിദ് അറബിക്കാടത്ത്, PM ഫൈസൽ, MA ഖാദർ മഠത്തിൽ, അഷ്റഫ് ഹന്ന, ഫസലു KK, B. മുഹമ്മദ്, റമീസ് മട്ടൻ, അഷ്റഫ് സോട്ട, മുജീബ് ഇത്തത്തു, ഷാജഹാൻ PK എന്നിവർ സംസാരിച്ചു. PM ഷുക്കൂർ സ്വാഗതവും MSKV ഷെറീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർക്കളയിലെ പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ച 2,13,500 രൂപയുടെ കള്ളനോട്ടുകളുമായി 4 പേർ മംഗളൂരുവിൽ അറസ്റ്റിൽ. പിടിയിലായത് കരിച്ചേരി സ്വദേശിയായ പ്രസ് ഉടമയും കൂട്ടാളികളും. മംഗളൂരുവിൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ വീണയാൾക്ക് രക്ഷകനായി മലയാളി.
RPF ഉദ്യോഗസ്ഥനായ കള്ളാർ സ്വദേശിയാണ് ഹാസൻ സ്വദേശിക്ക് രക്ഷകനായത്. മംഗളൂരുവിൽ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമർദ്ദനം. ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് കോളേജ് ടീമുകൾ തമ്മിലുണ്ടായ തർക്കമാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നതിൽ കലാശിച്ചത്. കൊടക്കാട് KSKTU സംസ്ഥാന സമ്മേളനം തുടങ്ങി. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ പാളത്തിൽ കല്ലുകൾ നിരത്തിവെച്ച സംഭവത്തിൽ നടപടി വേണമെന്നാവശ്യം. BJPയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നതെന്ന് MV ഗോവിന്ദൻ. സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിയാണ് സർക്കാർ ലക്ഷ്യമെന്നും MV ഗോവിന്ദൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.